ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്യേ. ഗുരുക്കന്മാരെക്കുറിച്ച് പഠിക്കുന്നത് തന്നെ അതുല്യ ഭാഗ്യമാണ്. ഗുരുക്കന്മാരെക്കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നതിന് തന്നെ അതുല്യമായ പുണ്യം ചെയ്തിരിക്കണം. അങ്ങനെ പുണ്യം ചെയ്തവർക്കും മോക്ഷപ്രാപ്തിയിലേക്ക് അടുക്കുന്നവർക്കും അല്ലെങ്കിൽ ഭഗവാന്റെ കൃപയുള്ളവർക്കും മാത്രമേ ഗുരുക്കന്മാരെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഈ പുരാണമൊക്കെ പഠിക്കാം, അല്ലാത്തവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും കേൾക്കാം, രാമായണവും മഹാഭാരതവും ഒക്കെ അറിഞ്ഞിരിക്കാം. പക്ഷേ ഗുരുക്കന്മാരെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ബ്രഹ്മത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ ഗുരുക്കന്മാരെക്കുറിച്ച് പഠിക്കുന്ന ഒരു സീരീസ് നമ്മൾ ഇനി തുടങ്ങുകയാണ്. ഗുരുക്കന്മാരെക്കുറിച്ചുള്ള കഥകൾ ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അപ്രകാരം ഇന്ന് വളരെ അമൂല്യമായിട്ടൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാളീദേവി, നമ്മൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ദേവതാ സ്വരൂപം എന്ന് പറയുന്നത് കാളീദേവിയാണ്. ഒരു സംശയവും വേണ്ടതിൽ. അപ്പോൾ ആ അമ്മയെ എതിർക്കാൻ വന്ന ഒരാളുണ്ട്. ടോട്ടാപുരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആരോട് നിന്നാണ് എതിർക്കാൻ വന്നത്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിട്ടുള്ള ആ മഹാനായ കാളീഭക്തൻ്റെ അടുത്താണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം ആരാണ്? ടോട്ടാപുരി മഹാരാജ് എന്നാണ് ഇവർ വിളിക്കുന്നത്. മഹാരാജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ആത്മീയമായോ അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ ഉന്നതി പ്രാപിച്ച ഒരാളെ മഹാരാജ് എന്നാണ് അവർ കൂട്ടി വിളിക്കുന്നത്. അതിനർത്ഥം മഹാരാജാവ് എന്നല്ല. അപ്പോൾ ടോട്ടാപുരി മഹാരാജ് എന്ന ആ അദ്വൈത സന്യാസി, അദ്വൈതം എന്താണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്നുള്ള ആ ഭാവമാണ്. അതായത് കേവല ബോധമായ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. മായ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന പ്രകൃതിയാണ്. പ്രകൃതി ദേവിയാണ്. എന്നാൽ ദേവിക്കും അതീതനായിട്ടുള്ള ബ്രഹ്മമാണ് സത്യം എന്നുള്ള ആ ബോധത്തെ വിളിച്ച് പറയുന്നതിനായി അല്ലെങ്കിൽ ആ ഒരു കാര്യം സ്ഥാപിക്കുന്നതിനായാണ് ടോട്ടാപുരി മഹാരാജ് ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണാൻ വരുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ വലിയ കാളീഭക്തനാണ്. കാളീദേവിക്ക് സ്വന്തം കൈകൾ കൊണ്ട് ആഹാരം കൊടുത്ത ആളാണ്. കാളീദേവിയുമായി ഒന്നായി നിൽക്കുന്ന ആളാണ്. കാളീദേവിയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന ആളാണ്. അമ്മേ അമ്മേ എന്ന് വിളിച്ച് കാളീദേവിയുടെ ഉത്തമ മകനായി മാറിയ, മകനെന്ന് പറയണം, മകനായി മാറിയ, ഭക്തനല്ല, ഉത്തമ ഭക്തനല്ല, മകൻ, സ്വന്തം മകനാണ്. കാളീദേവിയുടെ സ്വന്തം മകനാണ്. ആ മകൻ്റെ അടുത്താണ് ഇദ്ദേഹം ഈ കാര്യവുമായി വരുന്നത്. കാരണം മായയുമായി വിലീനപ്പെട്ട ഒരു ദേവതാ ഉപാസനയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ദേവതയ്ക്കും അതീതമായി നിൽക്കുന്ന, ഈ ദേവതമാരെല്ലാം ബ്രഹ്മബോധമാണ്, ആ ബ്രഹ്മബോധത്തിനും അതീതമായി നിൽക്കുന്ന മായയാകുന്ന ദേവിക്കും അതീതമായി നിൽക്കുന്ന ശിവൻ്റെ അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൻ്റെ രൂപം മനസ്സിലാക്കി കൊടുക്കാനാണ് ടോട്ടാപുരി മഹാരാജ് വരുന്നത്. വന്നതിന് ശേഷം അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണുമ്പോൾ തന്നെ കരുണ കൊണ്ട് ആ കണ്ണുകൾ നിറയുന്നൊരു രംഗമുണ്ട്. അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ ആ ആത്മീയ തേജസ് ടോട്ടാപുരി മഹാരാജന് മനസ്സിലാകുകയും കാളിയുടെ ആ ചൈതന്യം അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും മനസ്സിലാക്കുകയും ചെയ്തു. അതങ്ങനെയാണ്. ഒരു ഗുരുക്കന്മാർ തമ്മിൽ സംസാരിക്കണമെന്ന് പോലുമില്ല. അല്ലാതെ തന്നെ ഈ രണ്ട് മഹാന്മാരായ ഗുരുക്കന്മാരും തമ്മിൽ അവരുടെ ആശയങ്ങൾ കൈമാറി അല്ലെങ്കിൽ തമ്മിൽ ആ തേജസ്സുകൾ കൈമാറി. ടോട്ടാപുരി മഹാരാജന് ശ്രീരാമകൃഷ്ണ പരമഹംസനോടൊരു അഭേദ്യമായ സ്നേഹമുണ്ടെങ്കിലും അതിനുമപ്പുറം ശ്രീരാമകൃഷ്ണനെ ശാസിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ശ്രീരാമകൃഷ്ണനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ടോട്ടാപുരി മഹാരാജ് ചോദിക്കുന്നു, അദ്വൈതം നീ പഠിക്കണം, നീ അദ്വൈത പൊരുളായിട്ടുള്ള ബ്രഹ്മത്തെ അറിയണം. ബ്രഹ്മത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ നീ യഥാർത്ഥ യോഗി എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. നീ ഈ ദേവി കാളി എന്നും പറഞ്ഞ് നടന്ന് നീ നിൻ്റെ ജീവിതം പാഴാക്കുകയാണ്. ഈ മായക്കധീനയായിട്ടുള്ള, ഈ മായയായി നിൽക്കുന്ന ഈ ദേവിയെ നീ എന്തിനാണ് വിളിക്കുന്നത്? അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, കാളീദേവിയുടെ ഉച്ചകോടിയായിട്ടുള്ള പരാശക്തി എന്ന ഭാവം എന്ന് പറയുന്നത് പരബ്രഹ്മം തന്നെയാണ്. എന്നാൽ ഈ ശക്തി എന്ന ആ രൂപത്തെ തന്നെ ആരാധിച്ച് കാളീദേവിയുടെ ആ നിർഗുണമായ രൂപത്തെ കാണാതിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ മുന്നിൽ ഇദ്ദേഹം ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. നീ എങ്ങനെയാണ് ഒരു യോഗിയാകുക? നീ ആ ബ്രഹ്മബോധത്തെ അറിഞ്ഞിട്ടില്ല. നീ ഇപ്പോഴും ഈ ദേവതാ സ്വരൂപത്തെ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇതല്ല യഥാർത്ഥം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇദ്ദേഹത്തെ യോഗക്രിയകളൊക്കെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. യോഗക്രിയകളൊക്കെ എന്ന് പറഞ്ഞാൽ അദ്വൈതപരമായിട്ടുള്ള യോഗക്രിയകൾ പഠിപ്പിച്ച് ധ്യാനത്തിലിരുത്തി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ധ്യാനത്തിൽ മുഴുകുമ്പോൾ, ആഴത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാളീദേവി ഉണരും. കാളീദേവി ഉണർന്നു കഴിഞ്ഞ് ഇദ്ദേഹം ആ സമാധിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് കാളീദേവിയുടെ രൂപത്തിൽ ഇദ്ദേഹം വിലീനം പ്രാപിച്ച് അമ്മ കാളി അമ്മേ എന്ന് വിളിക്കും. ഇത് കണ്ടു നിൽക്കുന്ന ടോട്ടാപുരി മഹാരാജന് ഇദ്ദേഹത്തോടുള്ള വിദ്വേഷം ഇങ്ങനെ കൂടി വരികയാണ്. നീ എന്താണ് ചെയ്യുന്നത്? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു തന്നു അത് ഛേദിച്ച് കളാ എന്ന്.
എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് എൻ്റെ അമ്മയെ മറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം സമാധിയിലാണ്ടപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരോട് തോട്ടാപുരി മഹാരാജ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി നീ സമാധിയിലാവുമ്പോൾ നീ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ നീ ഒരു മൂർച്ചയുള്ള വാളെടുത്ത് അമ്മയെ അങ്ങ് ഛേദിച്ചേക്കുക. ഞാൻ അപ്പോൾ നിൻ്റെ നെറ്റിയിലൊരു മുറിവുണ്ടാക്കാം. അതിൻ്റെ പ്രതീതിയായി സഹസ്രാരം ഇരിക്കുന്ന ആ നെറ്റിയിലൊരു മുറിവുണ്ടാക്കാം. ആ സഹസ്രാര പത്മത്തിൽ 1000 താമരകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മബോധം നിൻ്റെ ഉള്ളിൽ തെളിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കൃത്യം അമ്മ എന്ന് വിളിക്കുന്ന ആ ഘട്ടമായപ്പോൾ ഒരു കണ്ണാടി എടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ണാടിയുടെ ഭാഗം എടുത്ത് ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിലൊരു വര വരച്ചൊരു മുറിവുണ്ടാക്കി. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ നെറ്റിയിലൊരു മുറിവുണ്ടാക്കി തോട്ടാപുരി മഹാരാജ്. അങ്ങനെ കാളിയെ ഖണ്ഡിക്കുന്നതായി അല്ലെങ്കിൽ കാളിയെ ഛേദിക്കുന്നതായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കാളിക്കും അതീതമായി നിൽക്കുന്ന ആ ബ്രഹ്മഭാവത്തെ ശ്രീരാമകൃഷ്ണ പരമഹംസർ അറിയുകയും അതിനു മുൻപ് ഒരു തരത്തിലുള്ള ബ്രഹ്മക്രിയകളും യോഗക്രിയകളും അദ്വൈതപരമായിട്ടുള്ള ഒരു ക്രിയകളും ചെയ്യാത്ത ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുപ്പിച്ച് 3 ദിവസം സമാധി വിലീനനാകുകയും ചെയ്തു. 3 ദിവസം. ഇത് കണ്ട തോട്ടാപുരി മഹാരാജിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പോലും 3 ദിവസം അടുപ്പിച്ച് ഇതുപോലെ സമാധിയിലാണ്ട് ഊണ് ഉറക്കം എല്ലാം വെടിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടില്ല. അത് കണ്ട് കണ്ണ് നിറഞ്ഞ് ശ്രീരാമകൃഷ്ണ പരമഹംസരോട് തോട്ടാപുരി മഹാരാജ് ഈ സമാധിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഒരു മഹാൻ തന്നെ, ഇതിനു മുൻപ് നീ എനിക്ക് ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടായോ എന്ന്. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നും പറയാതിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ പിന്നീട് ഇദ്ദേഹം വിചാരിച്ചു, കാളീദേവിയെ മറന്ന് ബ്രഹ്മവിലീനനായില്ലേ, ബ്രഹ്മത്തിൽ ലയിച്ചില്ലേ, ഇനി കാളീദേവിയുടെ പേര് പറയില്ല എന്ന് വിചാരിച്ച ആൾ സമാധിയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ദക്ഷിണേശ്വരിൽ ചെന്ന് ആ കാളി മന്ദിരത്തിൽ ചെന്ന് വീണ്ടും ഭഗവതിയുടെ കീർത്തനങ്ങൾ പാടുകയാണ് ഉണ്ടായത്. ദേവിയെ ജപിക്കുകയാണ്, ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയാണ്, അമ്മ 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 എന്നും പറഞ്ഞ് നടക്കുകയാണ് ഉണ്ടായത്. അമ്മേ ദേവി കാളി പ്രപഞ്ചമാതാവേ എന്ന് പറയുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസർ തന്നെ പറയുന്നൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഭഗവാൻ ശ്രീരാമൻ വനവാസ സമയത്ത് സീതയോടൊപ്പം അതുപോലെ തന്നെ ലക്ഷ്മണ സമേതനായി വനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, ഒരു പാലത്തിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ലക്ഷ്മണൻ ശ്രീരാമ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ ശ്രീരാമ ഭഗവാൻ നടക്കുന്നതിന് പിന്നാലെ നടക്കുന്നത് ദേവിയാണ്, സീതാദേവിയാണ്. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് പ്രഭുവിനെ, എൻ്റെ ജ്യേഷ്ഠനെ ഒന്ന് കാണണം, കൺകുളിർക്കെ കാണണം, അമ്മയൊന്ന് മാറി നിൽക്കാമോ എന്ന്. അപ്പോൾ അതും മനസ്സിലാക്കിയ സീതാദേവി ആ ലക്ഷ്മണന് ആ കാഴ്ച കിട്ടുന്നതിനായി മാറി നിൽക്കുന്ന രംഗം മാറി ഈ ദേവി മാറുമ്പോൾ രാമഭഗവാനെ കണ്ട് ആ അനുഭൂതി നുകർന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മണൻ. ഇതൊരു കഥയാണ്. ഇത് മനസ്സിലാക്കാൻ, അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ തോട്ടാപുരി മഹാരാജന് ഒരു കഥ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതായത് ഇതുപോലെ തന്നെയാണ് ശിവബോധമായ പരമശിവനെ, ആ ഭഗവാനെ കാണണമെങ്കിൽ കാളീദേവി എന്ന പ്രപഞ്ചമാതാവായ പ്രകൃതിയായ മായ മാറിയെങ്കിൽ മാത്രമേ പ്രപഞ്ചബോധത്തിനും അല്ലെങ്കിൽ മായയ്ക്കും അതീതമായി നിൽക്കുന്ന ശിവനെ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തോട്ടാപുരി മഹാരാജ് ഇത്ര വലിയ പരാക്രമങ്ങൾ കാണിച്ചുകൊണ്ട് അദ്വൈത ബോധത്തിൽ വിലീനനാക്കാൻ നോക്കിയിട്ടും ആ ഒരു തലത്തിൽ എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന് ഇദ്ദേഹം വീണ്ടും ദേവിയുടെ സ്തുതികൾ പാടുകയാണ്, ദേവിയുടെ കീർത്തനങ്ങൾ ആലപിക്കുകയാണ്. ഇത് കണ്ട തോട്ടാപുരി മഹാരാജന് വളരെ സങ്കടമായി. കാരണം ഇത്രയൊക്കെ പണിപ്പെട്ടിട്ടും ഇവൻ ആ കാളിയോടുള്ള ആ ചിന്ത അങ്ങ് മാറുന്നില്ലല്ലോ എന്ന്. എങ്കിലും ദക്ഷിണേശ്വരയിൽ കുറച്ച് കാലം ശ്രീരാമകൃഷ്ണ പരമഹംസനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു തോട്ടാപുരി മഹാരാജന്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് കാലവും കൂടി ഇവിടെ ഒന്ന് താമസിച്ചിട്ട് പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട്, തോട്ടാപുരി മഹാരാജ് വസ്ത്രങ്ങളൊന്നും ധരിക്കുന്ന ആളല്ല, കാരണം അദ്വൈത ചിന്താഗതി ഊഴ്ന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെല്ലാം അതീതമായ ഒരു സത്യത്തെയാണ്, നാണം, മാനം അല്ലെങ്കിൽ കോപം, ഇതിനെല്ലാം അപ്പുറമുള്ള വിശപ്പ്, ദാഹം, ഇതിനെല്ലാം അപ്പുറമുള്ള ബ്രഹ്മം മാത്രമാണ് സത്യമെന്നുള്ള ആ പ്രപഞ്ചബോധത്തിൽ നിലകൊള്ളുന്ന ആളാണ് തോട്ടാപുരി മഹാരാജ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ദക്ഷിണേശ്വരയിൽ കുറച്ച് നാൾ താമസിക്കാം എന്നിങ്ങനെ കരുതി ഇദ്ദേഹം കാളീദേവിയോടുള്ള ഒരു വിദ്വേഷമൊക്കെ മനസ്സിലുണ്ട്. കാളീദേവി മിഥ്യയാണെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി. എങ്കിൽ ശ്രീരാമകൃഷ്ണൻ്റെ ഭക്തി കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഇത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളൊരു തോന്നലും തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു സിറ്റുവേഷനിൽ, ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തോട്ടാപുരി മഹാരാജ് എന്ന് പറയുന്ന ആ ബ്രഹ്മയോഗിക്ക് വളരെ വലിയ വയറുവേദന അങ്ങ് പിടിപെട്ടു. വളരെ വലിയതെന്ന് പറഞ്ഞാൽ അസഹനീയമായ വയറുവേദന. അതായത് ബ്രഹ്മത്തിൽ ലയിക്കാനായി ഇദ്ദേഹം ധ്യാനത്തിൽ മുഴുകുമ്പോഴെല്ലാം ഈ വയറുവേദനയുടെ ചിന്ത കൊണ്ട് ബ്രഹ്മമായ ദൈവത്തിലേക്ക്
ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അതായത് വേദന, ഞാൻ തൊട്ടു മുൻപ് പറഞ്ഞു, വേദന, ദുഃഖം, മോഹം, ഇതെല്ലാം എന്താണ്? മായയ്ക്ക് അധീനമായ കാര്യമാണ്. ഒരു ബ്രഹ്മയോഗിക്ക്, ബ്രഹ്മത്തെ അറിഞ്ഞ ഒരു ബ്രഹ്മയോഗിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള മായയിൽ പെടാൻ സാധ്യമല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ വലിയ വയറ്റുവേദന ഉണ്ടായി. വയറ്റുവേദന ആഴത്തിലുള്ള വയറ്റുവേദനയായിരുന്നു. ഒരു തരത്തിലും സഹിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹത്തിന് ധ്യാനം ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം ദക്ഷിണേശ്വരിലാണ് താമസിക്കുന്നത്. അപ്പോൾ ദക്ഷിണേശ്വരിൽ നിന്ന് അദ്ദേഹം താമസിച്ചിരുന്ന ആ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിൽ നിന്ന് ഇദ്ദേഹം ഇറങ്ങി. എങ്കിൽ ഇത്രയും വേദന കൊണ്ട് എനിക്ക് ധ്യാനത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല, ബ്രഹ്മത്തിൽ വിലീനമാകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ ഒടുക്കിയേക്കാം. അടുത്ത ജന്മത്തിലെങ്കിലും ഈ വേദനയില്ലാതെ പുനർജന്മം കിട്ടിയാൽ അടുത്ത ജന്മത്തിൽ ബ്രഹ്മവുമായി ലയിച്ചേക്കാം എന്നുള്ള വിചാരത്തിൽ ഇദ്ദേഹം എന്തു ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അദ്ദേഹം താമസിച്ചിരുന്ന ദക്ഷിണേശ്വരിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ കൂടെ താമസിച്ചിരുന്ന ആ ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ദക്ഷിണേശ്വർ കാളി ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രകാശിതമായി, അല്ലെങ്കിൽ ആ രാത്രിയാണ് ഇത് സംഭവിക്കുന്നത്. രാത്രിയിൽ ആ നക്ഷത്രങ്ങൾക്കും ആ താരങ്ങൾക്കും ആ ചന്ദ്രനുമൊക്കെ ഇടയിൽ മിന്നി നിൽക്കുന്ന ആ ക്ഷേത്രം ഇദ്ദേഹം ദർശിച്ചു. കാളീദേവിയുടെ ചൈതന്യം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. ഒരു നിമിഷം ഇദ്ദേഹത്തിനും കാളീദേവിയുടെ ഒരു ഭക്തി ഉണ്ടായി കാണും. അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇദ്ദേഹം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, എനിക്ക് ധ്യാനത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ ഒടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നദിയിലേക്ക് ഇറങ്ങുകയാണ്. ഇദ്ദേഹം കരയിൽ നിന്ന് നോക്കുമ്പോൾ നദി നല്ല കുത്തിയൊഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നദിയിൽ ഇറങ്ങിയാൽ എൻ്റെ ജീവൻ പൊക്കോളും എന്നുള്ള ഒരു വളരെ ഒരു അദ്വൈതി അല്ലെങ്കിൽ ഒരു യോഗിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു തലത്തിൽ നിന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് എൻ്റെ ജീവൻ ഒടുക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ച് നദിയിലേക്ക് ഇദ്ദേഹം കാലുകുത്തുമ്പോൾ ആ ഊർന്നൊലിച്ച് അല്ലെങ്കിൽ പ്രവഹിച്ച് വന്നിരുന്ന ആ നദി ശാന്തമായി ഇദ്ദേഹത്തിൻ്റെ അരപ്പൊക്കം വെള്ളത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം കരയ്ക്ക് കയറുമ്പോൾ വലിയ രീതിയിൽ ഇങ്ങനെ പ്രവാഹം ഉണ്ടാകുന്നു. എങ്കിൽ ഇദ്ദേഹം നദിയിലിറങ്ങുമ്പോൾ അരയ്ക്കൊപ്പം വെള്ളം. ഇതെന്ത് മായ! എനിക്ക് ഈ വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് എൻ്റെ ജീവൻ ഒടുക്കിയേ സാധിക്കുകയുള്ളൂ. എനിക്കല്ലെങ്കിൽ ബ്രഹ്മവുമായി ലയിക്കാൻ സാധിക്കുന്നില്ല. ഈ മായ അധീനമായിട്ടുള്ള ഈ വയറുവേദന കൊണ്ട് എനിക്ക് ഒരു രക്ഷയുമില്ല എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചിരുന്ന് ഇദ്ദേഹം, ഇതെന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്ത് മായ! ആ മായ എന്ന് ചിന്തിച്ചപ്പോഴാണ്, മായയായ കാളിയാണ് ഇതിൻ്റെ എല്ലാം ഉറവിടം. ബ്രഹ്മത്തെ അറിഞ്ഞൊരു ബ്രഹ്മയോഗിയായിട്ട് പോലും ആ ബ്രഹ്മത്തിന് പോലും എന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ മായയിൽ നിന്ന്, കാരണം മായയിൽ ഇറങ്ങിയാൽ ആ ബ്രഹ്മം പോലും രൂപവും ഗുണവും സ്വീകരിക്കും. നമ്മൾക്കറിയാം, ആ മായയ്ക്ക് അതീതമായിട്ടുള്ള പരബ്രഹ്മബോധമായിട്ടുള്ള വിഷ്ണുവും അല്ലെങ്കിൽ ശിവഭഗവാനും ഒക്കെ മായ അധീനരാകുമ്പോൾ അവരുടെ രൂപം മാറുന്നത് കണ്ടില്ലേ, അവരുടെ ഗുണങ്ങൾ മാറുന്നത് കണ്ടില്ലേ. അവർക്കും ദേഷ്യം വരും, അവർക്കും സങ്കടം വരും. കാരണം എന്താ, മായയ്ക്ക് അധീനമായി നിൽക്കുമ്പോൾ, അതീതമായി നിൽക്കുമ്പോഴോ ഒരു തരത്തിലുള്ള ഭാവവുമില്ല. നിർഗുണ പരബ്രഹ്മമായ രൂപം, ഭാവം, പേര്, ഊര്, ഇതിനെല്ലാം അപ്പുറമുള്ളൊരു സത്യമാണ്. എങ്കിൽ മായ അധീനമാകുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മായയില്ലാതെ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സീതാലക്ഷ്മി അല്ലെങ്കിൽ കാളീദേവി മാറാതെ ആ പ്രപഞ്ചബോധമായ ശിവനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കിയ തോട്ടാപുരി മഹാരാജ് ഇങ്ങനെ അത് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഏത് ദിക്കിൽ നോക്കിയാലും കാളിയുടെ ദർശനമുണ്ടാകുന്നത്. അവിടെ നോക്കിയാൽ കാളി, ഇവിടെ നോക്കിയാൽ കാളി, പിന്നോട്ട് തിരിഞ്ഞു നിന്നാൽ കാളി, നേരെ നോക്കിയാൽ കാളി, മുകളിൽ നോക്കിയാൽ കാളി, പ്രപഞ്ചം തന്നെ കാളി. അപ്പോൾ അവിടെ പൂവില്ല, പുഷ്പമില്ല, ആ രാത്രിയില്ല, ആ രാത്രിയിൽ മൊത്തം കാളി രൂപം മാത്രം. നക്ഷത്രങ്ങളില്ല, ഒന്നുമില്ല, എവിടെ നോക്കിയാലും കാളി, എവിടെ നിന്നാലും അട്ടഹസിക്കുന്ന കാളി. അത് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞ അമ്മയെ മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ശ്രീരാമകൃഷ്ണ ഭഗവാൻ നിദ്രയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തോട്ടാപുരി മഹാരാജ് അടുത്ത് നിന്ന് ചോദിച്ച കാര്യം എന്താണെന്നറിയാമോ? കാളീദേവിയുടെ 2-3 കീർത്തനങ്ങൾ എന്നെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്നും പറഞ്ഞ് ദക്ഷിണേശ്വരിൽ ഇരുന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ കൂടെ കാളീദേവിയുടെ സ്തോത്രങ്ങളും പാരായണങ്ങളും ചെയ്തിട്ടാണ് ഈ തോട്ടാപുരി മഹാരാജ് മടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കഥ എന്താണ്? കാളീദേവി ആരാണ്? പരാശക്തിയാണ്. പരാശക്തി ആരാണ്? പരബ്രഹ്മമാണ്. ആ ബ്രഹ്മം തന്നെ ഒരു ഗുണം സ്വീകരിക്കുമ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ ഗുണത്തിൽ പെട്ടുപോകരുത് എന്നുള്ളൊരു കഥയുണ്ട്. എങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നത്? ആ ഗുണത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെങ്കിലും, ആ ഗുണത്തെയാണ് ഞാൻ സേവിക്കുന്നതെങ്കിലും, ആ ഗുണത്തെയാണ് ഞാൻ അമ്മ എന്ന് വിളിക്കുന്നതെങ്കിലും അതിനതീതമായ ബോധവും എനിക്ക് അമ്മ തന്നെ നൽകുമെന്നുള്ള കാര്യം വെറും 3 ദിവസം കൊണ്ട് തോട്ടാപുരി മഹാരാജിന് മനസ്സിലാക്കി കൊടുത്തു. ആഴ്ന്ന നിദ്രയിലുള്ള ആ സമാധി, തുര്യാതീത അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്തിയ ശ്രീരാമകൃഷ്ണ പരമഹംസനെ കണ്ട് ഞെട്ടിപ്പോയ തോട്ടാപുരി
എങ്ങനെയാണ് ഒരു കാളി ഉപാസകന് ബ്രഹ്മത്തെ അറിയാൻ സാധിക്കുക എന്ന് ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിലാക്കി കൊടുത്തു. കാളീദേവിയെ ആരാധിച്ച് ഓൾറെഡി, അല്ലെങ്കിൽ കാളീദേവിയെ ആരാധിച്ചുകൊണ്ട് തന്നെ തൻ്റെ എല്ലാ ആധാരങ്ങളും പ്രവർത്തിച്ച് ആ ബ്രഹ്മത്തിൽ വിലീനനാകാൻ തയ്യാറെടുത്ത് നിന്ന ആളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അതുകൊണ്ട് ഒരു നിമിഷമേ വന്നുള്ളൂ ആ ദേവിക്ക്, ആ ദേവിയുടെ പുത്രന് ആത്മസാക്ഷാത്കാരം കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ കാളീദേവിയെ ഭജിച്ച് ആ കാളീദേവിയുടെ ഉള്ളിലിരിക്കുന്ന സത്തയെ മനസ്സിലാക്കി ആ ബ്രഹ്മമായ ശിവനിൽ ലയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. ഇതുപോലെ ദേവിയെ മറന്നുകൊണ്ട് എണ്ണ തേച്ച എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അനുഭവിച്ച ചരിത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആര്? നമ്മൾ പറയും യോഗികളിൽ ഏറ്റവും യോഗി, ഗുരുക്കന്മാരിൽ ഏറ്റവും വലിയ യോഗി ആരാണ്? ആദിശങ്കരാചാര്യരാണ്. ആദിശങ്കരാചാര്യർ പോലും ദേവിയില്ല, ദേവി മിഥ്യയാണ് എന്ന് പറഞ്ഞു നടന്നപ്പോൾ ഇതേപോലൊരു വയറ്റുവേദന ഉണ്ടായി. അതിനുശേഷമാണ് സൗന്ദര്യലഹരി പോലുള്ള കൃതികൾ എഴുതുന്നത്. ദേവിയുടെ ശക്തിയില്ലെങ്കിൽ ഇനി നടക്കാൻ പോലും സാധിക്കില്ല എന്ന് മനസ്സിലായോ മകനെ എന്ന് ദേവി ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ശക്തിയില്ലമ്മേ, എനിക്ക് അവിടം വരെ വരാൻ, എനിക്ക് ആ ഔഷധം സേവിക്കാൻ ശക്തിയില്ല അമ്മേ എന്ന് ദേവിയോട് പറയുന്നൊരു കഥയുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ പറയും ശക്തിയില്ലാതെ ഒന്നുമില്ലെന്ന് മനസ്സിലായോ മകനെ എന്ന് ദുർഗാദേവി അല്ലെങ്കിൽ ആ ലളിതാ പരമേശ്വരി ചോദിക്കുന്നൊരു രംഗമുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ദേവിയെ ആരാധിച്ചില്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും ഒരിടത്തും എത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീകുലവുമുണ്ട്, കാളീകുലവുമുണ്ട്. ദേവിയുടെ ഉന്നതമായ ഭാവങ്ങളെ ആരാധിക്കുന്ന സ്ത്രീകുലവും കാളീകുലവുമാണ്. അതിൽ സ്ത്രീകുലം എന്ന് പറയുന്നത് ലളിതാ പരമേശ്വരിയുടെ പൂജാവിധാനങ്ങളാണെങ്കിൽ കാളീകുലം എന്ന് പറയുന്നത് കാളീദേവിയുടെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ, നമ്മൾ മലയാളികൾ ആരുടെ മകനാണ്? കാളീദേവിയുടെ മക്കളാണ്, മകളാണ്, അല്ലെങ്കിൽ മകനാണ്. ആരാണ് നമ്മളുടെ അമ്മ? കാളീദേവിയാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള ഒരാളും നിങ്ങളുടെ കുലദേവിയായ കാളീദേവിയെയോ നിങ്ങളുടെ എല്ലാത്തിനും അധീനമായി നിൽക്കുന്ന കേരളത്തിൻ്റെ തന്നെ കുലദേവിയായ അമ്മയെ ഒരിക്കലും മറക്കരുത്. ആ അമ്മ നിങ്ങൾക്ക് മോക്ഷവും നൽകും, അഷ്ടൈശ്വര്യങ്ങളും നൽകും. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി.